വാട്സ്ആപ്പ് ഗായ്സ് എവരിവൺ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഓണമൊക്കെ വളരെ സേഫായിട്ട് തന്നെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ലപോലെ സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തത് ബാക്ക് ഫ്ലിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഹാൻഡ് സ്പ്രിങ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു മിഡ് ലെവൽ ഓഫ് ഫ്ലിപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് ഉണ്ട്. അതായത് ബാക്ക് ഫ്ലിപ്പിനും ഫ്രണ്ട് ഫ്ലിപ്പിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രില്ലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഇത് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പിന്നെ ഞാൻ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് പോകുന്നത്. അപ്പോൾ നടുക്കൊന്നും വെച്ച് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം സേഫ്റ്റി അത്യാവശ്യമാണ്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഫ്ലോർ എന്ന് പറയുന്നത് ഇന്റർലോക്ക് ആണ്. അപ്പോൾ പുറം വേദനിക്കും. അപ്പോൾ അതിന് നമുക്ക് ആദ്യം സേഫ്റ്റി യൂസ് ചെയ്യാം. പിന്നെ ഈ സ്പോഞ്ച് എന്ന് പറയുന്നത് ഞാൻ വീടിൻ്റെ അടുത്തുള്ള സോഫയുടെ ഷോപ്പിൽ പോയിട്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സോഫ മെറ്റീരിയലാണിത്. ഇത് കേട് വന്നിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ കയറി പറഞ്ഞിരിക്കുകയാണ്. ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വീട്ടിൽ നമുക്ക് ഫ്ലിപ്പ് പഠിക്കാനായിട്ടുള്ള 2 വഴികൾ. അതാരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം അത് കാണാം. അതുപോലെ തന്നെ ഓൾ ഫ്ലിപ്പിൻ്റെ ഒരു ട്യൂട്ടോറിയൽ, അതായത് നമ്മൾ ചെയ്തിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസും എക്സസൈസസിൻ്റെയും ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതാണ്. അതിൽ ബാക്ക് ഫ്ലിപ്പിൻ്റെയും എല്ലാ ഫ്ലിപ്പിൻ്റെയും ഉണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം ബേസിക് റോളായ ഫ്രണ്ട് റോളിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് റോൾ നമുക്ക് ഉപകാരപ്പെടുന്നത് ഫ്രണ്ട് ഫ്ലിപ്പിന് വേണ്ടിയിട്ടാണ്, ഫ്രണ്ട് എയർ ഫ്ലിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപകാരപ്പെടുന്നത്. ഫ്രണ്ട് റോൾ എന്ന് പറയുമ്പോൾ ആരും അത്ര സില്ലി ആയിട്ട് കാണണ്ട. ബിക്കോസ് ഇത് ചെയ്യാൻ അറിയാത്തവരും നമ്മളുടെ ഇടയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ജസ്റ്റ് തലകുത്തി മറിയാൻ പോലും പേടിയുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. സോ നമുക്ക് എങ്ങനെ അത് സിമ്പിളായിട്ടുള്ളത് കാണിച്ചു തരാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഫ്ലോറിനകത്ത് നമ്മൾ തല ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ ഈ ഷോൾഡറിന്റെ കഴുത്തിന്റെ ആ ഒരു ഭാഗമാണ് നമ്മൾ ടച്ച് ചെയ്യുന്നത്. പിന്നെ റോൾ ചെയ്ത് ആഫ്റ്റർ നമ്മൾ അവിടെ ചെന്ന് ഇരിക്കാനായിട്ട് പാടില്ല, നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക. അത് നിങ്ങളെ ഫ്രണ്ട് ഫ്ലിപ്പിന്റെ ലാൻഡിങ്ങിന് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ചെന്ന് ഇരിക്കരുത്, നേരെ എഴുന്നേറ്റ് നിൽക്കുക. ലെറ്റ്സ് സീ, കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട് റോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഒരിക്കലും തലവെച്ച് ചെയ്യാതിരിക്കുക. തലവെച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും റോൾ ചെയ്യേണ്ട ഒരു ആവശ്യം, ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴും തല കൊണ്ടേ തന്നെ വെക്കും. അത് ചിലപ്പോൾ ഒരു സേഫ്റ്റി മാറ്റ് ആയിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ ഒരു കല്ലിട്ട ഫ്ലോർ ആവാം, എന്തും ആവാം. അപ്പോൾ നിങ്ങൾ പുറം വെച്ചാണ് ചെയ്ത് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ സേഫായിട്ട് ലാൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് പ്രോപ്പർ വേയിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ഫ്ലിപ്പ് ഈസി ആയിട്ട് തോന്നും. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ്, നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതേപടി ഫ്ലോറിൽ അങ്ങനെ കിടക്കരുത്. കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട് ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്തും ഇത് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം ഫ്രണ്ട് ഫ്ലിപ്പിന് നമുക്ക് ടക്ക് ചെയ്തിട്ട് ബോഡി എപ്പോഴും ചുരുങ്ങിയാണ് ഇരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റോൾ ചെയ്യുന്ന സമയത്ത് റോൾ ചെയ്ത് ചുരുങ്ങിക്കൊണ്ട് ആ ഫ്ലോറിൽ തന്നെ നമ്മൾ എഴുന്നേറ്റ് സ്റ്റാൻഡായിട്ട് പോകണം. ഒരിക്കലും നമ്മൾ അവിടെ ഫ്ലോറിൽ കിടക്കരുത്. സോ നമുക്ക് അടുത്ത റോളിങ്ങിലേക്ക് പോകാം. അപ്പോൾ അടുത്ത റോൾ എന്ന് പറയുന്നത് ബാക്ക് റോളാണ്. ബാക്ക് റോൾ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ തല ഫ്ലോറിൽ ടച്ച് ചെയ്യാതെ മാക്സിമം സേഫായിട്ട് തന്നെ പോവുക. പിന്നെ നല്ലപോലെ സ്പീഡിൽ ചെയ്യുക. ഇത് ഹെൽപ്പ് ആവുന്നത് നമ്മുടെ ബാക്ക് ഫ്ലിപ്പിൻ്റെ കറപ്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ ഹെഡ് ചിലപ്പോൾ തറയിൽ തട്ടാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ തട്ടുവാണെന്നുണ്ടെങ്കിലും എൻ്റെ നെഗറ്റീവ് കമൻസിൽ പറയരുത്. നിങ്ങൾ മാക്സിമം തട്ടാതിരിക്കാൻ ശ്രമിക്കുക. ഞാനും തട്ടാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്. എനിക്കിതിൽ കുറച്ചൊരു പോരായ്മയായിട്ട് തോന്നാറുണ്ട് എനിക്ക് പലപ്പോഴും. സോ നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ കാലിൽ ലാൻഡ് ചെയ്യുക. അവിടെ പോയിട്ട് റോളിങ് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കണം. നമ്മൾ ചെരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ സൈഡിലേക്കൊക്കെ ചെരിഞ്ഞിട്ടോ ഒന്നും നമ്മൾ പോവാതിരിക്കുക. നമുക്ക് കാണാം. ഓക്കെ,
അപ്പോൾ ബാക്ക് റോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് എത്രത്തോളം സ്പീഡ് ചെയ്യുന്നു നിങ്ങളെ ബാക്ക് ഫ്ലിപ്പ് അത്രത്തോളം നിങ്ങൾ സ്പീഡിലായിട്ട് ലാൻഡ് ചെയ്യും. അപ്പോൾ ബാക്ക് ഫ്ലിപ്പിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ വീഡിയോ കഴിഞ്ഞിട്ട് അത് കണ്ടാൽ മതി, അല്ലാതെ കാണണ്ട. പിന്നെ അടുത്ത റോൾ എന്ന് പറയുന്നത് ഡൈവ് റോളാണ്. അത് ഡൈവ് റോൾ ഉപകരിക്കുന്നത് നമ്മൾ റണ്ണിങ് വെബ്സ്റ്ററിനൊക്കെയാണ് നമ്മൾ ഉപകരിക്കുന്നത്. പിന്നെ നമുക്ക് സേഫ് ലാൻഡിങ് റോളായിട്ടും ചിലർ ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് സ്പോഞ്ച് ആവശ്യമുണ്ട്. പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സേഫ് ആയിട്ടുള്ള മെറ്റീരിയൽ മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ലെറ്റ്സ് റോൾ. അപ്പോൾ ഡൈവ് റോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള സർഫേസ് മാത്രം യൂസ് ചെയ്യുക. ഇത് കണ്ടിട്ട് ആരും നമ്മുടെ ഗ്രൗണ്ടിലും അതേപോലെയുള്ള ഹാർഡായിട്ടുള്ള മാട്രസിൽ ഒന്നും പോയി ചെയ്യാൻ നിൽക്കരുത്, പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ കുട്ടികളോടത്ത്. കാരണം നമ്മളെ ചാനൽ കാണുന്ന ഒരു 50% എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ സോഫ്റ്റ് ആയിട്ടുള്ള സർഫേസ് മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഡൈവ് റോള് നമുക്ക് ഇതുപോലെ ഒരു ഒബ്ജക്റ്റ് മുന്നിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് പോകാനും, അതായത് പാർക്കോർ ഫ്രീ റണ്ണിങ് ഒക്കെ ചെയ്യുന്നവർക്ക് അതിനൊരു ഒബ്ജക്റ്റ് മുന്നിൽ കിട്ടിയാൽ അതിനെ ഓവർകം ചെയ്ത് പോകാനും ഇതൊരു മൂവായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇനി അടുത്ത റോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോളാണ്. ഡൈവ് റോളിൻ്റെ ഓപ്പോസിറ്റ് റോൾ എന്ന് പറയുമ്പോൾ ഡൈവ് റോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം ജമ്പിങ്ങും പിന്നെ റോളിങ്ങുമാണ്. അപ്പോൾ ഡൈവ് റോളിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം റോളിങ്ങും പിന്നെ ജമ്പിങ്ങും, അതായത് ബാക്ക് റോള് തന്നെ. പക്ഷെ ബാക്ക് റോളിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്നത് നമ്മൾ കൈ വെച്ചിട്ട് ജമ്പ് ചെയ്തിട്ട് എഴുന്നേറ്റ് നിൽക്കലാണ് ഈ ഒരു റോളിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ലാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ടോയിൽ ലാൻഡ് ചെയ്യുക. പിന്നെ തല മാക്സിമം ടച്ച് ചെയ്യാതെ നോക്കുക തറയിനകത്ത്. എൻ്റെ ചിലപ്പോൾ ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രമിക്കുക തല ടച്ച് ചെയ്യാതിരിക്കാൻ. ഈ ഡ്രില്ല് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ബാക്ക് ഹാൻഡ് സ്പ്രിങ്ങിലാണ്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളെ ബാക്ക് ഹാൻഡ് സ്പ്രിങ് വൃത്തിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് റോളിങ്ങിൽ കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ അവസാനം ചെയ്ത റോൾ അടക്കം വീഡിയോ മൊത്തം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ റോൾസും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം 1-2 റോൾസും കൂടെ പറയാനുണ്ട്. വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിപ്പോവും എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആക്കിയിട്ട് ഞാൻ 2 പാർട്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ പാർട്ട് 1 വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി പാർട്ട് 2 വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ പാർട്ട് 2 ലഭിക്കാനായി നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഞെക്കുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഞെക്കി ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങളെ കമൻസ് ഒക്കെ താഴെ കുറിച്ചോ. നമ്മുടെ ബീച്ചിലൊക്കെ കണ്ടെയ്ൻമെൻറ്റ്സ് ഏരിയ ഒക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അടുത്തത് തന്നെ ഫ്ലിപ്പിൻ്റെ അടുത്ത വീഡിയോസൊക്കെ വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. പിന്നെന്താ, എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്ത വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.